നാലാഴ്ചക്കേക്ക് പോകുന്നു പശ്ചിമേഷ്യൻ സംഘർഷം. നിലവിൽ വെടിനിർത്തൽ ഉണ്ടെങ്കിലും അത് അതേപടി പ്രാക്ടിക്കൽ ലെവൽ നടക്കുന്നില്ല. ഇപ്പോഴും ഇറാനും ഇസ്രയേലുമൊക്കെ ആക്രമണം തുടരുന്ന വാർത്ത വരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മുന്നോട്ട് പോയാൽ, ഇതേ രീതിയിൽ ഈ ആക്രമണങ്ങളും യുദ്ധഭീതി മുന്നോട്ട് പോയാൽ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം എത്തുന്നത് എണ്ണയായാലും ഗ്യാസ് ആണെങ്കിലും ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഹോർമുസ് അടച്ചിടുമെന്ന ഭീഷണി അതിനെ രാജ്യം അപലപിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികളടക്കം തരണം ചെയ്യാൻ രാജ്യം കരുതലെടുത്തിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ലോക്സഭയിൽ ഇന്നലെ പറഞ്ഞു. അതുതന്നെയാണ് പ്രധാനമന്ത്രി രാജ്യസഭയിലും പറഞ്ഞത്. ബൽറാം നെടുങ്ങാട് ചെയ്യുന്നത്. ബൽറാം, ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്? സുഹൈൽ, കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയേക്കാൾ ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിച്ചത്. പുതിയതായി അദ്ദേഹം ഈ കൂടുതൽ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആശങ്ക തുടരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് ഈ ഒരു പ്രതിസന്ധിയെ രാജ്യം മറികടക്കും എന്ന് തനിക്ക് ഉറപ്പുണ്ട് കൂട്ടായ ശ്രമത്തിലൂടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ കരിഞ്ചന്തയ്ക്കും അടക്കമുള്ള പൂഴ്ത്തിവെപ്പ് തുടങ്ങിയ നടപടികൾക്കെതിരെ സംസ്ഥാനങ്ങൾ കർശന നടപടിയെടുക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ നിലവിലുള്ള കരുതൽ ഇന്ധന ശേഖരം, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ രാജ്യത്ത് സ്വയം പര്യാപ്തതയിൽ അദ്ദേഹം ഊന്നി സംസാരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കപ്പൽ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തമാകാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു എന്നും കപ്പൽ നിർമ്മാണത്തിനായി 70,000 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.